ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെക്സ് സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടാവും. റിയാക്ഷൻ ടു മൈ ടിക്ടോക്ക് വീഡിയോസ്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഞാൻ എന്തായാലും ആ ലിങ്ക് ഇവിടെ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. സോ ആ ഒരു റിയാക്ഷൻ വീഡിയോൻ്റെ ഒരു പാർട്ട് 2 ആണ് ഇത്. അപ്പോൾ ഇത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പാർട്ട് 2 ചെയ്താൽ കൊള്ളാം. കാരണം കുറേ വീഡിയോസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എന്നെ ട്രോളാൻ വേറെ ആൾക്കാരുടെ ആവശ്യമില്ല എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അന്നും ഞാൻ എന്നെ തന്നെ ട്രോളി, ഇന്നും ഞാൻ എന്നെ തന്നെ ട്രോളുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കുറേ കമൻസിൽ കണ്ടിരുന്നു അതിൻ്റെ പാർട്ട് 2 ചെയ്യുമെന്നൊക്കെ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ആൾക്കാർ പറയണം എന്നാൽ പിന്നെ ഞാൻ ചെയ്യുന്നതിൽ ഒരു അർത്ഥം ഉണ്ടല്ലോ. സോ അങ്ങനെ എനിക്ക് കുറേ കമൻസ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു പാർട്ട് 2 കൂടി ചെയ്യാമെന്ന്. ഇതൊരു പാർട്ട് 2 തീരുന്ന ഒരു വീഡിയോ അല്ല, പക്ഷേ ഞാൻ ഇതോടെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കും. പാർട്ട് 3 ഞാൻ കടക്കുന്നതില്ല, കാരണം അത് പിന്നെ നിങ്ങൾക്ക് ബോറടിക്കും. പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് ഫണ്ണാണല്ലോ, അപ്പം നമുക്ക് ഇച്ചിരി ഫണ്ണാക്കിയിട്ട് വീഡിയോ ചെയ്യാം. അപ്പം ഞാൻ വീണ്ടും എൻ്റെ ലാപ്പ് എടുത്തു. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോണതെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസും കൂടി കാണാം, എന്നിട്ട് നോക്കാം. അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം അത്യാവശ്യം എനിക്ക് നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ എല്ലാവരോടും ഭയങ്കര താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ വിഷസ്. എല്ലാവർക്കും നിങ്ങൾ എനിക്ക് അയച്ച ബർത്ത്ഡേ വിഷസിന് ഭയങ്കര നന്ദി. കാരണം എനിക്ക് പിറന്നാളിന് ഇത്രത്തോളം വിഷസ് ഒന്നും കിട്ടാറില്ല. എൻ്റെ വീട്ടിൽ നിന്നല്ലാണ്ട് എനിക്ക് പുറത്തുനിന്ന് എന്നെ അറിയാത്തവരങ്ങനെ വിഷ് ചെയ്യാറില്ല. കാരണം എന്താ, അതാരും അറിയാറില്ല പിറന്നാൾ. ഇത് ഞാനിപ്പോൾ സ്റ്റോറിയും ഇൻസ്റ്റയിൽ സ്റ്റോറിയും യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടാൽ എല്ലാവരും അറിയാലോ, ഓട്ടോമാറ്റിക്കലി എനിക്ക് വിഷസ് കിട്ടും. സോ അങ്ങനെ വിഷ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര താങ്ക് യു. ഞാൻ അത്യാവശ്യമൊക്കെ വീഡിയോയുടെ താഴെ വന്ന കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് പേർ കൂടി കൊടുക്കാനുണ്ട് തോന്നുന്നു, കാരണം ഞാൻ അന്ന് കമൻറ്റ് കൊടുക്കുന്ന സമയത്ത് എല്ലാ വീഡിയോസിനും കൊടുത്തു. പുതിയ വിഷസ് വന്നപ്പോൾ ഞാൻ അതിനൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല. സോ അത് ഞാൻ വേഗം തരുന്നതായിരിക്കും. എന്തായാലും ഈ വീഡിയോ കൂടെ പറയുകയാണ്, എനിക്ക് അയച്ചവർക്ക് എല്ലാവർക്കും ഭയങ്കര താങ്ക് യു. വിഷസ് അയച്ചവർക്കൊക്കെ ഭയങ്കര താങ്ക് യു. എനിക്ക് ഇൻസ്റ്റയിലും കുറേ മെസ്സേജസ് വന്നിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ഇൻസ്റ്റയിൽ റിപ്ലൈ കൊടുക്കുന്ന ഒരാളല്ല ആക്റ്റീവായിട്ട്. ഇതുവരെ കൊടുത്ത് ശീലിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കും. സോ അവർക്കൊക്കെ ഞാൻ ഇതിൽ പറയണം, അത് ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ്. നമുക്കിനി കൂടുതൽ ലാഗ് അടുപ്പിക്കേണ്ട, നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യത്തെ വീഡിയോ തന്നെ ഫ്രഷ് ആയിക്കോട്ടെ. ഇത് ഞാൻ അന്ന് കാണിക്കണം എന്ന് വിചാരിച്ചത്, പക്ഷെ ഞാൻ മിസ്സായിപ്പോയി. നമ്മുടെ ടിക്ടോക്ക് അവസാനിക്കാൻ പോവുക എന്നറിഞ്ഞപ്പോൾ ഞാൻ ഇട്ടൊരു വീഡിയോ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് കേട്ടോ, അന്ന് ടിക്ടോക്ക് ലൈവ് ഇതിൽ കിടക്കില്ല അല്ലേ. ലൈവ് നമുക്ക് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ലൈവൊക്കെ പോണേൻ്റെ മുന്നേ തോന്നുന്നു ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടു. ഇതാ തോന്നുന്നു എൻ്റെ ലാസ്റ്റ് വീഡിയോ. സോ അതൊരു ഓൺ വോയിസ് വീഡിയോ ആയിരുന്നു. അതിന് എനിക്ക് അത്യാവശ്യം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ട്രോള് കിട്ടിയിരുന്നു. ആ ട്രോള് കിട്ടിയ വീഡിയോയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് സൂപ്പറായിരുന്നു. ഞാൻ നിങ്ങളോടൊക്കെ നന്ദി പ്രകടനം നടത്തിയതാണ്, പക്ഷേ അതെനിക്ക് കുറച്ച് ട്രോളായിട്ടാണ് വന്നത്. പക്ഷേ എന്നെ അറിയാത്തവരല്ല ട്രോൾ ചെയ്ത്, എന്നെ അറിയുന്നവർ തന്നെയാണ്. പക്ഷെ കുഴപ്പമില്ല, അതൊക്കെ ഒരു ഫണ്ണല്ലേ, ഞാൻ ഇതൊക്കെ ഫണ്ണായിട്ട് തന്നെ കാണുന്നുള്ളൂ. ഹായ്, ഇനി നമ്മൾ എപ്പോഴാണ് കാണാമെന്ന് അറിയില്ല, എപ്പോഴെങ്കിലൊക്കെ വെച്ചൊന്ന് കാണാം. എനിക്ക് കോൺഗ്രസൊക്കെ ചെയ്യാൻ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. മെയിൻ റീസൺ പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയത്. ഞാനിതിൽ പണ്ടോട്ടേ ഇല്ല, അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. വാക്കുകളില്ല പറയാൻ. അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് അൺവോയ്സ് എന്നുള്ള റെസ്പോൺസ് അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു പേടിയില്ലാണ്ട് ഈ സെക്കൻഡ് അൺവോയ്സ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അൺവോയ്സ് ചെയ്യാൻ പറ്റും തോന്നില്ല. ഇനിയിപ്പോൾ അതിപ്പോൾ ഒരു ഇന്ത്യൻ ആപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ ഞാൻ ഉണ്ടെങ്കിൽ ചെയ്യും. അപ്പോൾ അടുത്ത ഐ ഡി എന്ന് പറഞ്ഞാൽ ഈ സെയിം ഐ ഡി തന്നെയായിരിക്കും, അതിന് ചേഞ്ച് ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഏതൊക്കെ അക്കൗണ്ട് എടുത്താലും എൻ്റെ സെയിം ഐ ഡി തന്നെയായിരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ മിസ് ചെയ്യും നല്ലോണം. എൻ്റെ മനസ്സിൽ കുറച്ച് പേരുടെ മുഖങ്ങളൊക്കെ ഉണ്ടാവും, ഞാൻ മച്ച്. സംഭവം ഇതെനിക്ക് തോന്നുന്നു രണ്ടാമത് ഇട്ട ഓൺ വോയിസ് ആണോ, ഫസ്റ്റ് ഓൺ വോയിസ് ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ലൊരു മെമ്മറി തന്നെയായിരുന്നു. അപ്പം ഞാൻ അന്നേ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ആളാന്ന് തോന്നുന്നു. വേണ്ട, നന്നായി ചെയ്യാത്തത്. അടുത്ത വീഡിയോ കാണിച്ചു തരാം. ഞാൻ അങ്ങനെ ലാപ്പ് മൈ ഗോഡ്, ഞാൻ വിചാരിച്ചു ഇത് പൂച്ചയാണെന്ന്. ഇത് எப்ப லவ் பண்ண ஆரம்பிச்சேன்னு தெரியாது, ஆனா நான் சாகும்போது பாக்குற கடைசி முகம் உன்னுடையதான்.
ആ വീഡിയോ കണ്ടില്ലേ, കണ്ണൊക്കെ എഴുതി വെച്ചിരിക്കുന്ന സൂപ്പർ ആയിട്ടുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു അതൊരു ടിക്ടോക്ക് ഞാനൊരു കൊറോണ ടൈമിൽ ചെയ്തതാണ്, കാരണം ഈ വീട്ടിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത് അത്. അപ്പോൾ ആ ഒരു എൻഡ് ആവാൻ പോണ സമയത്ത് ചെയ്ത കുറച്ച് വീഡിയോസ് കണ്ടോ, ഒരേ ഡ്രസ്സിൽ തന്നെ 2-3 വീഡിയോസ് കണ്ടോ. ഞാൻ ഒരേ ഡ്രസ്സിൽ കാണിച്ചിരുന്നില്ല. ഇനിയുള്ള വീഡിയോ അവളെ കാണണമൊരു കുടി കാണണമെന്നൊരു തോന്നല് കൊണ്ടാണ് അവളാരുടെ പെണ്ണാണ്. ആ വീഡിയോ ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് എടുത്തതാണ്. അപ്പം എൻ്റെ സിസ്റ്റർ എടുത്തു തന്നതാണ്. എന്താ ഡ്രസ്സൊന്നും എൻ്റെ പോലും ഇല്ല, അമ്മായിയുടെ എന്തോ ആണ്. എനിക്കത് ഭയങ്കര ലൂസ് പോലുമാണ് ആ ഡ്രസ്സ്. എന്തൊക്കെയല്ലേ കാണിച്ചു കൂട്ടുന്നത്. എന്താ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാൻ കണ്ണോർത്തപ്പോൾ ഒരു ഫിൽറ്ററൊക്കെ വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഫിൽറ്ററായിരുന്നു ആ സമയത്ത്, എഫക്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതാ മൂക്കുത്തി കുത്തണമെന്ന്. ഞാൻ എൻ്റെ 21st ബർത്ത്ഡേയുടെ സമയത്താണ് ഞാൻ എൻ്റെ മൂക്കുത്തി കുത്തുന്നത്. അപ്പം ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ മൂക്കുത്തി കുത്തുന്നത് ഞാൻ വെറുതെ പൊട്ടൊക്കെ വെച്ച് നോക്കുന്നത്, അതൊക്കെ പൊട്ട് വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞൊരു തമിഴത്തി ടച്ച് വരും അങ്ങനത്തെ ഒക്കെ ഒരു ലുക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാനന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ കോളേജ് വിട്ട് ഞാൻ പറഞ്ഞു, അപ്പം അമ്മ നമുക്ക് പോയി മൂക്കുത്താൻ. ഞാൻ പുറപ്പിച്ചു പോവാ. അപ്പം അച്ഛൻ പറഞ്ഞു കാറിലെടുത്ത് അച്ഛൻ അവിടെ എത്തുന്നവരെ പറഞ്ഞു. ചിലപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ, പക്ഷെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്കിഷ്ടമായി എന്നെ മൂക്കുത്തിയിട്ട് കാണാൻ. ഭയങ്കര ആഗ്രഹത്തിൽ ചെയ്തത്. ഞാൻ എൻ്റെ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ട് രസം ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പോൾ അവരൊക്കെ എനിക്ക് മോട്ടിവേഷൻ തന്നിട്ടുണ്ടോ, ചെയ്തോ. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിട്ട് അവരൊക്കെ ഭയങ്കര ഞെട്ടി ഞാൻ ചെയ്തോ. കാരണം പെട്ടെന്നായിരുന്നു അത്. കോളേജ് വിട്ട് വന്നു അപ്പം തന്നെ പോയി. അത് ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല ആ ദിവസം അന്ന് ചെയ്യുന്നു, പക്ഷെ ഞാൻ ചെയ്തു. എനിക്ക് ഹാപ്പി ആയിരുന്നു. അങ്ങനത്തെയൊക്കെ കുറച്ച് മൊമെന്റ്സ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഫോണിങ്ങനെ വെച്ചിട്ട് കുറേ വെള്ളമൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കുറേ നേരം വെള്ളം ഇങ്ങനെ ആക്കിയാണല്ലോ ശരിക്കും കരച്ചിൽ വരും. അതെനിക്ക് മനസ്സിലായ ഒരു വീഡിയോ ആണ്. ഇങ്ങനെ നീറാൻ തുടങ്ങും, അപ്പോൾ ശരിക്കും നമ്മുടെ കണ്ണുതാവും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര മോശമായി ഞാൻ ചെയ്തു എന്ന് തോന്നാത്ത ഇപ്പോഴും എനിക്കിഷ്ടമാണ്. അലമ്പാക്കി ചെയ്തിട്ടില്ല, എന്നെ കൊണ്ട് പറ്റും. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനെ പറഞ്ഞു നിനക്ക് കരച്ചിൽ പറ്റും. ഓൾറെഡി ഞാൻ കരയുന്ന ഒരു കൊച്ചാണ്. ഇപ്പം ഇല്ല, ഇപ്പം കുറച്ചുകൂടി ഓക്കെയാണ്. എന്നാലും ഞാൻ പണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നുള്ളേ കരയുന്ന ഒരു വൃത്തികെട്ട സ്വഭാവമായിരുന്നു എനിക്ക്. ഇപ്പോഴും ഉണ്ട് ഇടയ്ക്ക്, എന്നാലും മച്ച് ബെറ്റർ ആയിട്ടുണ്ട് പണ്ടത്തെക്കാട്ടും. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു വീഡിയോ. അത് ഞാൻ എന്നിട്ട് കോളേജിലൊരു ഫെസ്റ്റ് വന്ന സമയത്ത് അത് നമ്മൾ റീൽസ് കോമ്പറ്റീഷനൊക്കെ ഇല്ല, അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ കിട്ടിയൊന്നുമില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം റീച്ച് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റൊന്നും കിട്ടിയില്ല, റീച്ച് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ടത്. എന്നെ ട്രോളി വീഡിയോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ കാണിച്ചു. അതിൻ്റെ ഒറിജിനൽ വീഡിയോ ഉണ്ടോയെന്ന് അറിയില്ല. ട്രോളി വീഡിയോ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ടായിരിക്കുന്ന ഇതല്ല കേട്ടോ, ആർദ്ര എന്ന് പറയാറില്ലേ, അവൾ എന്നെ ട്രോൾ ചെയ്താ. ഇപ്പം എനിക്ക് ലൈക്സ് ഒക്കെ കുറവാണ്. കമൻറ്റ്സ് ഓണാക്കുന്ന മുന്നേ ലൈക്സ് കുറവായിരുന്നു. ഓണാക്കിയതിന് ശേഷം ഒരു മാറ്റമില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ മോശമുണ്ടാവും. അതിൻ്റെ ഒറിജിനൽ വീഡിയോ ഏതാ ഞാൻ കാണിച്ചു തരട്ടോ. അതിൽ കാണുന്നുണ്ട്, ഒറിജിനൽ വീഡിയോ ആണ് തോന്നുന്നു. ഹായ്, ആദ്യം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഞാൻ ആദ്യമായിട്ട് ഓൺ വോയിസിൽ നിങ്ങൾക്കറിയാലോ
ഇപ്പോഴെന്നെ കമന്റ് സെക്ഷനിൽ മെസ്സേജസ് കാണാക്കിയത്. അപ്പം അതിൽ കുറച്ച് പേരൊക്കെ പറഞ്ഞു ഓൺ വോയിസ് ചെയ്യുന്നൊക്കെ. അപ്പം ഞാൻ ലേശം ഒരു ഡൗട്ടിലായിരുന്നു ചെയ്യണോ വേണ്ടേന്നൊക്കെ, ചെയ്ത അലമ്പാവുമെന്നൊക്കെ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ വോയിസ് കാരണം തന്നെയാണ്. എൻ്റെ ഒരു ചെറിയ പിള്ളേരുടെ ഒച്ച, അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഈ ഓൺ വോയിസ് ചെയ്യുന്ന ഇത് പറഞ്ഞവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ. ഇതിപ്പോൾ മലയാളത്തിൽ ചെയ്യുന്നു വിചാരിച്ചിട്ട് തമിഴ്നാട്ടുകാരും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യണം എന്നൊക്കെ. അപ്പോൾ എനിക്ക് തമിഴ് தெரியாது, അതുകൊണ്ട് ചെയ്യാത്ത. ഞാനൊരു മലയാളിയുണ്ട്, ഈ ലാംഗ്വേജ് ചെയ്യുന്നു എന്ന് മാത്രം. ഇപ്പം എനിക്ക് ലൈക്സ് ഒക്കെ കുറവാണ്. കമൻറ്റ്സ് ഓണാക്കുന്ന മുന്നേ ലൈക്സ് കുറവായിരുന്നു. ഓണാക്കിയതിന് ശേഷം ഒരു മാറ്റമില്ല, ഒരേപോലെ തന്നെ. എന്താ അറിയില്ല, ചിലപ്പോൾ മോശമുണ്ടാവും. എന്നാലും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ടിക്ടോക്ക് ബാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും താങ്ക് യു ഓൾ ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. സത്യം പറയാം, തമിഴ്നാട്ടിലുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നെ ആട്ടരുത്. എന്താ എന്നൊക്കെ ചെയ്താവോ. പക്ഷേ ഈ വീഡിയോസ് എന്നോട് ഒരാളല്ല കുറച്ചൊരു പറഞ്ഞ് നോൺ വോയിസ് ചെയ്യണം. ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ വോയിസ് ഇപ്പോഴും കുഞ്ഞിയാണ്. അപ്പോൾ എത്രത്തോളം അട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഈ വോയിസ് കൊണ്ടൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരില്ലേ. എനിക്ക് എത്രയൊക്കെ ഗാംഭീര്യം എടുക്കാൻ പറ്റിയാലും എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ പറഞ്ഞത് ശരിയായിരുന്നു കേട്ടോ. എനിക്ക് ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത് നമുക്ക് നോർമലി എല്ലാവർക്കും കിട്ടുന്ന പോലെ ലൈക്കും കമൻറ്റുകളും, പിന്നെ എപ്പോഴും ഒരു പെട്ടെന്ന് അടിച്ചു കയറുക ചെയ്തത് ലൈക്കും ഇതൊക്കെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് ഡൗൺ ആവാൻ തുടങ്ങി ടിക്ടോക്ക് ബാൻ ചെയ്ത സമയത്ത്. അതായിരിക്കും ഞാൻ അതിൽ പറയുന്നുണ്ടാവുക. പക്ഷെ എന്നാലും ഇച്ചിരി അതിനാണ് അവൾ എന്നെ നേരത്തെ ട്രോൾ ചെയ്ത്. പക്ഷെ എന്തോ പോലെ ഉണ്ടാവും ഓൺ വോയിസ്. കുഴപ്പമില്ല, ഇതൊക്കെ രസമല്ലേ അല്ലേ. ഒരിക്കലും എന്നോടൊരു ഇത് വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ, മെമ്മറീസ്. സംഭവം നിങ്ങൾക്കിത് കഥ മനസ്സിലായില്ലയെന്നൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് എൻ്റെ അപ്പുറത്ത് നിൽക്കുന്നൊരു കുട്ടി ഭയങ്കരമായി പാട്ട് പാടുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവൾക്ക് മാത്രമല്ല അറിയാം, എനിക്ക് അടിപൊളിയായിട്ട് പാടാനറിയാം. അങ്ങനെ പാടിയതാ തോന്നുന്നു. ഇത് എന്തൊരു പാട്ട്. ഞാൻ എന്തായാലേ അപ്പത്തേക്ക് സെലക്ഷൻ. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പൊക്കെ ട്രെൻഡിങ് ആയിരുന്നു തോന്നുന്നു. അല്ലെങ്കിൽ അടുക്കില്ല. കണ്ടാൽ മതി. അത് എന്തൊരു പാട്ടുകളാലേ ഞാൻ എടുക്കുന്നേ, ഈ ക്രിഞ്ചുകൾ. എന്നാൽ ഭയങ്കര ക്രിഞ്ചാണ് പാട്ടുകൾ. ഞാനിങ്ങനെ എല്ലാം അങ്ങനെ പോവാട്ടോ, റാൻഡമായി എടുക്കുകയല്ല. ഇങ്ങനെ ഓർഡർ അനുസരിച്ച് ആക്കി പോവാണ്. இதுவோ உன் மௌனம் சொல்கின்ற எழுத்தில்லா ஓசைகள் என்னென்று நான் சொல்லுவேன். എങ്ങനെ ഗൈസ് പിന്നെ ലൈക്കൊക്കെ ഇട്ട ഇത്ര ഊള വീഡിയോസ് ചെയ്താലേ ശരി. എനിക്ക് തോന്നുന്നുണ്ട് എനിക്കും തോന്നുന്നുണ്ട് ഭയങ്കര ഊള സാധനങ്ങളായിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ പറയുകയാണ്. ഇതിപ്പോൾ കറക്റ്റ് സത്യസന്ധമായി പറയും. ഇത്രയും നേരം എന്നെ കളിയാക്കി പറയുക ചെയ്തത്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ലൈക്ക് കിട്ടാത്ത മനസ്സിലായി. ഇതൊക്കെ ബാൻ ചെയ്യുന്ന സമയത്ത് ഇട്ടതാ, അതിന് മുന്നേ ഇട്ടതാ. പിന്നെ എങ്ങനെയാണ് നല്ലത് കിട്ടുക? சொல்ல லவ் மேரேஜ் அரேஞ்ச் மேரேஜ்? லவ் மேரேஜ். கான்ஃபிடென்ட்டா இருக்கீங்க? லவ் பண்றீங்களா? இல்ல பண்ணலான்னு இருக்கேன். இந்த மாதிரி இருந்தா எனக்கு ஓகே, அந்த மாதிரி இருந்தா ஓகே, எப்படி நினைக்கிறீங்க? சரக்கடிச்சா கூட பரவாயில்ல, தம்மடிச்சா கூட பரவாயில்ல. ஏன்? நானும் சேர்ந்து அடிப்பேன். സത്യം പറഞ്ഞാൽ എന്താ തമിഴ് പറഞ്ഞത് പോലെ എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഞാൻ അത് അഭിനയിക്കുന്നത്. വെട്ടിക്കൊന്നുകൂടെ എന്നെയൊക്കെ ബാ. സാരങ്ങളേന്തി രാഗതാളം തുടിക്കുന്ന രാവിൽ രാജകുമാരിക്കും ഭോഗകുമാരനും മാംഗല്യമായി
പടവും കൂടാതെ ഇടവേളി അപ്പോത് കുറയുമാ. ആ വീഡിയോ എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും ഇഷ്ടമാണ്. അത് കാണുമ്പോൾ രസമുണ്ട്. എനിക്കിഷ്ടമായിരുന്നു ആ വീഡിയോ ഒന്ന് ചെയ്യുമ്പോൾ. പാട്ടിഷ്ടമാണ് എനിക്ക്. ശിശിരം പകരും പനിനീർമഴയിൽ വെറുതെ നനു നനയുമ്പോ ആ വീഡിയോ എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം ആ സിനിമ എനിക്ക് ഇഷ്ടമാണ്, ആ പാട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. ഭയങ്കര ഫണ്ണായിട്ടൊന്നും വന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഒരുവിധം കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് കുറച്ചാണ് യൂട്യൂബിലത്തെ വീഡിയോ. പൂവിൻ തേനായിത്തി ഞാനീ ചുണ്ടിൽ മുത്തം വെക്കാം നീവൽ പക്ഷി കൂടെ പോര് നേരമായി നിന്റെ അമ്മയുടെ നായര് എപ്പോഴായിട്ട് ആര് എപ്പോഴാ വന്നെന്ന് ചോദിച്ചപ്പോ എന്നും നിന്നെ പൂജിക്കാം പൊന്നും എനിക്ക് മാത്രമേ പിരികം പൊന്തിക്കാൻ അറിയുള്ളൂ എന്നായിരുന്നു എൻ്റെ ഭാവം. പക്ഷെ എല്ലാവർക്കും അറിയാമെന്ന് പിന്നെ മനസ്സിലായി. ഇത് എനിക്ക് ഇഷ്ടമുള്ള വീഡിയോ കേട്ടോ. അടുത്ത നിങ്ങൾ കാണാൻ പോണത് പൂവൊക്കെയായിട്ട് പ്രപ്പോസ് ചെയ്യാൻ വന്നയാ? അതെ. നമുക്ക് കല്യാണം കഴിക്കട്ടെ? അത്യാവശ്യമാണോ? അത്യാവശ്യം ചുമ്മാ നാട്ടുകാരെ ബോധിപ്പിക്കാൻ. ആണോ? ആണോ? ഒരു കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്നതിനാണ് എനിക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് ഒരു 3 ടിക്ടോക്ക് എടുക്കണം. എൻ്റെ ഒരു ദിവസം കംപ്ലീറ്റ് ആവുന്നത് അങ്ങനെയായിരിക്കും. ഇനി ഗൈസ് നമുക്ക് കുറച്ച് യൂട്യൂബത്തെ വീഡിയോസ് കാണാം. നമുക്ക് ബോറടിക്കാൻ പാടില്ലല്ലോ. എനിക്ക് നിങ്ങളെയും കൂടി എൻ്റർടൈൻ ചെയ്യണമല്ലോ. എന്നെ മാത്രം എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അന്നേ ട്രാൻസിഷൻ ചെയ്യുന്ന ആളായിരുന്നു. സീനല്ലേ? എന്നാളും എന്നാളും എന്റേതല്ലേ നീ, എന്താണീ കണ്ണിൽ പരിഭവം മറ്റാരും എൻ്റെ ഫ്രണ്ട് ആർദ്രയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഇപ്പോൾ അവൾ തുപ്പുന്നുണ്ടാവും. എന്നാലും അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ മുഖത്ത് പക്ഷെ അന്ന് കുരു ഉണ്ടോ? ഇപ്പോഴും അങ്ങനത്തെ ഒരു കുരു വരുന്നുണ്ട്. പക്ഷെ ആ ഒരു കുരു കണ്ടു ഭയങ്കര എടുത്തുക്കുന്ന കുരുവായിരുന്നു. എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ പൊട്ടിച്ചു കളഞ്ഞതാ. എപ്പോൾ വരുന്ന അറിയില്ല. ഗൈസ് എൻ്റെ മൂടി നോക്കില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തുമ്പി. നേരത്തെ സന്ധ്യമുയങ്ങും നേരത്തെ തോരുകൈ
കാര്യമില്ലാത്ത പാട്ട് മാത്രമേ പാടുന്നുള്ളൂ. ബാക്കിൽ നിന്ന് എൻ്റെ അമ്മ പുറത്തേക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ട്. ഇത് കമ്മുച്ചേച്ചി എടുത്തുന്ന വീഡിയോ ആണ്. നോക്കി പേടിപ്പിക്കുന്നു ഉണ്ടക്കണ്ണി. നിങ്ങൾ പറയുക എൻ്റെ കണ്ണ് ഉണ്ടക്കണ്ണാണ്. ഉണ്ടക്കണ്ണി എന്നൊക്കെ വിളിക്കാൻ ചെറുതായിട്ട് ഉണ്ടക്കണ്ണാണ്, എന്നാലും ഓവർ ഉണ്ടക്കണ്ണല്ലല്ലോ. കണ്ടും സംസാരിച്ചും ജാതകം നോക്കിയൊക്കെ നടത്തുന്ന എത്രയോ ബന്ധങ്ങൾ തകരുന്നു. ഇത് മുജ്ജന്മ ബന്ധ. അതാ ഒരിക്കൽ പോലും നേരിൽ കാണാത്ത ഞങ്ങളുടെ മനസ്സുകൾ ഇത്രയും അടുത്തത്. എനിക്കിനി വേറൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഞാൻ കണ്ണാപ്പിയായിരുന്നു ഗൈസ് അന്ന്. എനിക്കത് തോന്നുന്നു. ഇനി കുറച്ചെല്ലാം നമുക്ക് പണ്ട് ചെയ്ത കുറേ കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇതായി തോന്നില്ല. പണ്ടത്തെ ചില ഫോട്ടോസ് കാണുമ്പോൾ ഇനി മേ ബി ഈ ഏജിൽ നിൽക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി വലുതായിക്കാൻ എനിക്ക് തോന്നുമ്പോൾ ഞാൻ അപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്തത് ഇങ്ങനെ കാണിച്ചു കൊടുത്തൊക്കെ എനിക്ക് ഇതല്ലേ ഇത് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് കണ്ണാപ്പി തന്നെയാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും തംസപ്പ് ഇടും. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിടും തംസപ്പ്. ഞാൻ കണ്ണാപ്പിയായിരുന്നു എന്ന് പറഞ്ഞു ഇടുന്ന എനിക്കറിയാം. എല്ലാവരും ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെ ആക്സെപ്റ്റ് ചെയ്തു. റിയാലിറ്റിയാണ് അതൊക്കെ. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ. ഐ മീൻ ഓരോരോ പാർട്ട് ഓഫ് ലിറിക്സ് അല്ലേ. കൂടെ പോരാമോ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ആ പാട്ട്. ഇപ്പോഴും എനിക്കിഷ്ടം. എനിക്ക് കുറേ പണ്ടത്തെ മലയാളം സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ചിരിക്കും ചുണ്ടിലാകെ ചേലുകൾ പൂത്ത നാൾ വന്നു. തേൻകുരളും ഉള്ളുപോലെ നാം അറിഞ്ഞാകെ വെമ്പലോടെ ഇതൊക്കെ ഞാൻ ഇവിടെ തന്നെ എടുത്തൊരു വീഡിയോ ആണ്. അമ്പലത്തിൽ പോയി വന്നിട്ട് ഇതിൻ്റെ വേറെ വീഡിയോസൊക്കെ ഞാൻ കഴിഞ്ഞതിൽ കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ദിവസം ഇട്ട വീഡിയോസിന് എനിക്ക് ഭയങ്കര റീച്ചായിരുന്നു. ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോയിൽ കാണുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര റീച്ചായിരുന്നു ഈ വീഡിയോന്. ഭയങ്കര റീച്ച് കിട്ടിയതാണ് എനിക്ക്. എന്താ അറിയില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പ്രത്യേകിച്ച്. രാജഹംസങ്ങൾ നിന്റെ പാട്ടിന്റെ വെണ്ണയുണ്ണുന്നുവോ? പകുതി പൂക്കുന്ന കസങ്ങുതയാ കൈ പിടിക്ക നീയോ മായാ ഏറീരാ കണ്ണ കുഴി കുഴി കാഞ്ചു കിടക്കുது മായാ ഏറീരാ പാട്ടേ പേര് മച്ചാ அந்த சிறுக்கி வாழ சத்தியா யாரு மச்சான் என்ன மச்சான் അതിന് കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചത് ഞാനും പറഞ്ഞിട്ടില്ല. ഇതെന്റെ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടി ഞാൻ വെളുപ്പാങ്കാലത്തോട്ട് റിസർവ് ചെയ്തിരിക്കുന്നതാ. എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് മാറില്ല. താൻ വേണമെങ്കിൽ അപ്പുറത്ത് പോയിരുന്നോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇത് നിന്റെ കുടുംബ സ്വത്തൊന്നുമല്ലല്ലോ. അതെ, എന്റെ കുടുംബ സ്വത്ത് തന്നെയാ. ദാ നോക്ക്. குத்தோ இல்ல பொண்ணு நீ குத்த வச்ச தேனு கண்ணுக்குள் ഞാനൊരു 3 വീഡിയോസ് കൂടെ കാണിക്കുന്നുള്ളൂ. ഒന്ന് അച്ഛൻ്റെ കൂടെ, ഒന്ന് അമ്മയുടെ കൂടെ, ഒന്ന് അമ്മൂമ്മയുടെ കൂടെ. അതോടെ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഇനിയുണ്ട്. എനിക്കേ ബോറടിച്ചു ഗൈസ്. ഇപ്പം തന്നെ കുറേ ഉണ്ട്, മടുക്കുന്നുണ്ട്. ഇതന്നെ ഇപ്പോൾ കുറേ ലോങ് വീഡിയോ ആയിട്ടുണ്ടാവും. എന്നാലും ഇത് എനിക്കത് നോക്കുമ്പോൾ ഒരു ഫണ്ണായി തോന്നും. നിങ്ങൾക്കും കുറച്ചൊക്കെ ഫൺ ഇതിൽ കാണും. കുറേ ഫണ്ണില്ല ഫസ്റ്റ് വീഡിയോ പോലെ, അത് എനിക്കത് തോന്നുന്നുണ്ട്. എന്നാലും
നമുക്കിത് കണ്ടോക്കാം. ആദ്യം നമുക്ക് അമ്മൂമ്മയുടെ കൂടെയുള്ള ഒരു വീഡിയോ കാണാം. ബാലട്ടം മോളലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നിർമ്മലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി, നിർമ്മലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. കളിക്കുന്ന കുഞ്ഞിളപ്പാട്ടിന്റെ കൂട്ടുകാരി, മിന്നിത്തിളങ്ങുമെൻ പൊന്നിൻ കിടാക്കൾക്ക് നിന്നെയാണോ മലേ. പാവണ്ടിട്ടോ, ഞാൻ വീഡിയോയിൽ നിൽക്കാൻ പറഞ്ഞ് നിന്നതാ. വീഡിയോ നമ്മുടെ ബർത്ത്ഡേ ആനിവേഴ്സറി എന്തോ ആയിരുന്നു, അന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. ഞാൻ വീഡിയോയിൽ നിർത്തിപ്പിച്ചതാണ് അമ്മേനെ. നമ്മുടെ കൂടെയൊക്കെ ഞാൻ കുറേ വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാം പോസ്റ്റ് ചെയ്തിട്ട്, പക്ഷേ ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്നു. അമ്മേനെ കിട്ടും വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മമ്മയ്ക്ക് നല്ല മൂടാണെങ്കിൽ കിട്ടും. അമ്മേനെ കിട്ടാൻ ഇച്ചിരി പാടാ. പക്ഷെ അമ്മയാണ് കേട്ടോ എൻ്റെ യൂട്യൂബിൽ ഇപ്പോൾ പക്ക ഫുൾ ടൈം ഉള്ളത് എൻ്റെ കൂടെ. ഇത് അത്യാവശ്യം ലോങ് വീഡിയോ ആണ് ഗൈസ്. നിങ്ങൾ മൊത്തമായിട്ട് കാണണം കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ലേ, നിങ്ങൾക്കും എനിക്കും കൂടി വേണ്ടി ചെയ്ത വീഡിയോ ആണ്. ഇനിയും ഒരുപാട് വീഡിയോസ് ഉണ്ട്. അത് ഞാൻ കാണിക്കാൻ നിന്നതിനാൽ ശരിയാവില്ല. സോ അത് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, അച്ഛൻ്റെ കൂടെയുള്ള വീഡിയോ കാണിച്ചത്. ഞാൻ ആദ്യം അച്ഛൻ്റെ വീട്ടിൽ നിന്ന് നടന്നു വരികയാണ്. സോ ആദ്യം അത് ചിരിച്ചില്ല വീഡിയോയിൽ, ജസ്റ്റ് വെറുതെ നോക്കുക ചെയ്തു. പക്ഷെ ലാസ്റ്റ് അതിൽ ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ലിറിക്സ് പാടാൻ മറന്നു. എന്നിട്ട് ഞാനതിൽ പറയുന്നത് നിങ്ങൾക്ക് ആ ലിപ്സിങ് നോക്കിയാൽ കറക്റ്റായി മനസ്സിലായി. അത് അച്ഛൻ ചിരിച്ചെന്ന് ഞാൻ അമ്മയോട് പറയാം. ഞാൻ ചിരിക്കാനൊന്നും പറഞ്ഞില്ല, വീഡിയോയിലൊന്ന് കാണിക്കുന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ അച്ഛൻ ചിരിച്ചു ലാസ്റ്റ്. അതെനിക്ക് നല്ല ഇഷ്ടമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് എൻ്റെ ചെയ്യിപ്പിക്കാൻ പോവാണ്. നിർത്തി, മതിയായി, ഞാൻ ക്ലോസ് ചെയ്യണം. മതിയായി, കുറേ കാണിച്ചു. ഇനി ഞാൻ പാർട്ട് 3 ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതല്ല. കാരണം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങളെൻ്റെ പാർട്ട് 1 ഇഷ്ടമായ പോലെ പാർട്ട് 2 ഇഷ്ടമാവോ എനിക്കറിയില്ല. കാരണം പാർട്ട് 1 ഞാൻ കോമഡി മാത്രം, എന്നെ ട്രോളാൻ വേണ്ടി മാത്രം എടുത്തതാണ്. ഇതിലെനിക്ക് ട്രോളാൻ അധികമൊന്നുമില്ല. കാരണം ചിലതൊക്കെ ഞാൻ സീരിയസ് ആയി ചെയ്ത വീഡിയോസൊക്കെ ഉണ്ട്. എനിക്കെന്നെ ട്രോളാൻ തോന്നുന്നില്ല. ഞാൻ അത്യാവശ്യമൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ട്. ചിലത് ഒരു കയ്യിൽ എണ്ണുന്ന ഒരു 4-5 മാത്രം, ബാക്കിയൊക്കെ അലമ്പായിട്ടുണ്ട്. ചിലതൊക്കെ ഭയങ്കര ക്രിഞ്ചായി തോന്നിയിട്ടുണ്ട്, ചിലതൊക്കെ ഭയങ്കര കണ്ണാപ്പി ആയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു ഫണ്ണാണ്, മെമ്മറീസാണ്. നമുക്ക് എപ്പോഴും മെമ്മറീസ് സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാണ്. നിങ്ങളും നിങ്ങളുടെ മെമ്മറീസൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കൂല, ആപ്പിലോ ഫോണിലാണെങ്കിലും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. കുറച്ച് നാളുകൾക്ക് ശേഷം കാണുമ്പോൾ നല്ല രസമായിരിക്കും. എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമും എനിക്ക് എൻ്റെ മെമ്മറീസൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴെങ്കിലും എടുത്ത് കാണുമ്പോൾ, ഞാൻ ഇപ്പോഴും പണ്ട് ചെയ്ത വീഡിയോസൊക്കെ എടുത്ത് കാണാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാണുമ്പോൾ രസമാണ്. സോ മെമ്മറീസ് എപ്പോഴും നമുക്ക് നല്ലതാണ്. ചിലപ്പോൾ അത് പൊട്ട മെമ്മറി ആയിരിക്കും, ചിലപ്പോൾ നല്ല മെമ്മറി ആയിരിക്കും. കൂടുതൽ നല്ല മെമ്മറീസ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കൂ, നല്ല മെമ്മറീസ് നിങ്ങൾ ഓർക്കാൻ ശ്രമിക്കൂ. പൊട്ടയുള്ള മെമ്മറീസ് പൊട്ട തന്നെ ആയിക്കോട്ടെ. എൻ്റെ ഉപദേശം എന്നല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ, പാർട്ട് 2 റിയാക്ഷൻ ടു മൈ ടിക്ടോക്ക് വീഡിയോസ്. അപ്പോൾ അതാ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളിത് ഫുള്ള് കാണണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇച്ചിരി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തല്ലേ. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ കണ്ടൂടെ, അങ്ങനെയെങ്കിലും കാണൂ, നല്ല രസം ഉണ്ടാവും വീഡിയോ കാണാൻ. സോ അടുത്ത വീഡിയോ ആയി വരുമ്പോഴേക്കും ടാറ്റ ബൈ ബൈ.